ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് അബ്ദലിലുള്ള സെഹറ ഫാംസിലാണ്. ഇവിടെ അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും ഈ കാലയളവിലാണെങ്കിൽ വീട്ടിൽ ചുമ്മാതിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഒരു ഫാം വിസിറ്റും ഒരു ലോങ് ട്രിപ്പും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാൻ. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ കിടക്കാം. കയറുമ്പോൾ തന്നെ അതിമനോഹരമായിട്ടുള്ള നല്ല ഗാർഡനാണ്. പൂക്കളൊക്കെ രണ്ട് സൈഡുകളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ ബിൽഡിങ്ങിലുള്ള കുറച്ച് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു ട്രെയിനുണ്ട്. പക്ഷെ ഞാൻ ആദ്യം തന്നെ ആ ട്രെയിനിൽ കയറി പോകാൻ സജസ്റ്റ് ചെയ്തില്ല. കാരണം ഞങ്ങൾ ആദ്യമേ നടന്ന് കാണാമെന്ന് വെച്ചു. അവസാനം നമുക്ക് ആ ട്രെയിനിൻ്റെ മനോഹാരിത, ട്രെയിനിൽ കയറി ഇവിടുത്തെ മൊത്തത്തിലുള്ള മനോഹാരിത ആസ്വദിക്കാം എന്നതാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എൻട്രൻസ് ഫീസ് 1 KD ആണ്. നമുക്ക് ആ 1 KD നമുക്ക് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ട്രെയിനിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1 KD ആണ്. അപ്പോൾ നമുക്ക് ആ ടിക്കറ്റ് തന്നെ ട്രെയിനിൽ കൊടുത്താൽ നമുക്ക് അത് വെച്ച് തന്നെ ട്രെയിനിൻ്റെ യാത്ര ഫ്രീ ആയിട്ട് നടത്തുകയും ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ആദ്യമേ ഇതിൻ്റെ കാഴ്ചകളൊക്കെ നടന്നു കാണുകയാണ്. തേനീച്ചപ്പെട്ടികളിലേക്കൊരു നല്ലൊരു ശേഖരമാണ്. പിന്നെ പിള്ളേർക്കൊക്കെ ഓടി നടക്കുമായിരുന്നു. കാരണം അതുപോലുള്ള തുറസായ പ്ലേസിലും ഒത്തിരി കാണാനുള്ളതും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉള്ളപ്പം പിന്നെ അവരുടെ രീതിയിൽ എൻജോയ് ചെയ്യുകയായിരുന്നു. ഞങ്ങളും ഞങ്ങളുടെ രീതിയിലൊക്കെ എൻജോയ് ചെയ്യാൻ ശ്രമിച്ചു. ഒത്തിരി പക്ഷികളും അതുപോലെ തന്നെ മൃഗങ്ങളും പ്രത്യേകിച്ചും പശുക്കളും ആടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പശുക്കളൊക്കെ നമ്മുടെ സാധാരണ ഫാമുകളിൽ കാണുന്നത് പോലെ തന്നെ കൂടുതലായിട്ടും ഇതിൻ്റെ ചാണകമൊന്നും വാരി കളയാറില്ല. അത് അവിടെ തന്നെ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. കാരണം അത് പശുക്കൾക്ക് പ്രതിരോധ ശക്തിയും പ്രത്യേകിച്ച് കുളം രോഗം പോലുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ പ്രതിരോധ ശക്തിയൊക്കെ ലഭിക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. പ്രത്യേകിച്ചും കുവൈറ്റിൽ വളരുന്ന പിള്ളേരൊക്കെ, കുവൈറ്റിൽ മാത്രമല്ല ഗൾഫിലൊക്കെ വളരുന്ന പിള്ളേരൊക്കെ നമ്മുടെ ആടും പശുവും അങ്ങനത്തെ ജീവികളെയൊക്കെ കാണുന്നത് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഫാം വിസിറ്റുകളിലൂടെ അവർ പാഠപുസ്തകത്തിൽ മാത്രം കണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുന്നതിനും അതുപോലെ തന്നെ അതൊക്കെ കണ്ടൊന്ന് ആസ്വദിക്കുന്നതിനൊക്കെ അവർക്കൊരു വലിയൊരു അവസരമാണ് ഇങ്ങനത്തെയുള്ള ഫാം വിസിറ്റുകളൊക്കെ. വളരെ നല്ല വായുവും വെളിച്ചവും ഒക്കെ കയറുന്ന ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇത് ഫാം അല്ലെങ്കിൽ അവിടുത്തെ പശുക്കളുടെയൊക്കെ സംരക്ഷിച്ച് പോരുന്നത്. എപ്പോഴും വീട്ടിൽ തന്നെ TV കണ്ട് അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിരിക്കാതെ ഒരു വണ്ടിയൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ അങ്ങനെ അതിൽ നമ്മൾ ഒരു യാത്രകളൊക്കെ പ്രത്യേകിച്ച് ലോങ് ജേർണികളൊക്കെ നടത്തുന്നത് ഒത്തിരി നല്ലതായിരിക്കും. ഈ അബ്ദലി പ്രദേശത്ത് ഒത്തിരി ഫാമുകളുണ്ട് കേട്ടോ. ഏത് സാഹചര്യങ്ങളിലും കൃഷി ചെയ്യാൻ പറ്റിയ ഒത്തിരി ആധുനിക സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പോളി ഹൗസ് ഫാമിങ്ങിൻ്റെ വിദൂര സാധ്യതകളൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രിപ്പ് ഇറിഗേഷനും പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ ഈ ഫാമിൽ സാധിച്ചിട്ടുണ്ട്. തണുപ്പോ ചൂടോ ഒന്നും ഇവിടുത്തെ കൃഷിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഫാമിലെ മറ്റ് കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് കിടക്കാം. വിട്ടണമെങ്കിൽ ഒത്തിരി കുതിരവണ്ടികളും അതുപോലെ തന്നെ മറ്റ് ട്രാവലിംഗ് വാഹനങ്ങളൊക്കെ നമ്മൾക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം സ്പെഷ്യൽ പേയ്മെൻറ്റുകളൊക്കെ തന്നെ വേണം. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഫാം ടൂറിസം പരിപാടികളൊക്കെ അധികം വരുന്നില്ല എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് ഓരോരോ ഷെൽട്ടറുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ റെൻറ്റിനെടുക്കാം. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ദിവാനിയ പോലത്തെ സെറ്റപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നൈറ്റും അതുപോലെ തന്നെ നമ്മുടെ ഡേയും ഒക്കെ പ്രത്യേകിച്ച് ചൂടുള്ള സീസണല്ല തണുപ്പുള്ള സീസണുകളിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല ഓരോരോ ഹട്ടുകളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. നാട്ടിൽ അത്യാവശ്യം നല്ല സ്ഥലമൊക്കെ ഉള്ളവർക്കും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇതുപോലത്തെ ഫാമുകളൊക്കെ ഒരു സുപ്രഭാതത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന് മുൻപിൽ ഒരു കുറച്ച് വർഷത്തെ ഒരു കഠിനാധ്വാനമൊക്കെ വേണം. എങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ ഇതുപോലുള്ള ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകളൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലും പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇത് അവരുടെ സുന്ദരമായിട്ടുള്ള ചെറിയൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ആ ലേക്കിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ലേക്കിൻ്റെ അടുത്ത് തന്നെ
ഒത്തിരി ചെറിയ ചെറിയ വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് റെൻറ്റിനെടുത്ത് താമസിക്കാൻ പറ്റിയ ചെറിയ നമ്മുടെ നാട്ടിൽ ഈ കുമരകത്തൊക്കെ ഇതുപോലെ നാച്ചുറലായിട്ടുള്ള ലേക്കുകളും ഒക്കെയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ലേക്കുകളാണ്. ഇവിടെയാണെങ്കിൽ മോസ്റ്റ്ലി ഇവർ വെള്ളം പുറത്തേക്ക് പോകാതെ അതാണ് ഒന്ന് തടഞ്ഞു നിർത്തി ആണ് ഇങ്ങനത്തെ ടൂറിസത്തിൻ്റെ സാധ്യതകളൊക്കെ വിനിയോഗിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും അത് അത്യാവശ്യം നല്ല ആഴമൊക്കെ ഉള്ളതാണ്. അതിനകത്തൂടെ ബോട്ടിൻ്റെ സവാരിക്കും അതുപോലെ തന്നെ എൻജോയ് ചെയ്യാനുള്ള പലതരം സെറ്റപ്പുകളൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. കുവൈറ്റിലെ ഒട്ടുമിക്ക ഫാമുകളിലും പബ്ലിക്കിന് എൻട്രി കൊടുക്കുന്നത് ഏകദേശം ചൂടില്ലാത്ത സമയം നോക്കി, അതായത് ഏകദേശം സെപ്റ്റംബറോട് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏപ്രിലോട് കൂടി തീരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നന്നായിട്ട് അവർക്ക് ചാടിയും മറിഞ്ഞുമൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഓപ്പൺ സ്റ്റേജാണ്. വൈകുന്നേരങ്ങളിൽ എല്ലാം ഓപ്പൺ സ്റ്റേജുകളിൽ എന്തെങ്കിലും എൻ്റർടൈൻ ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ഒക്കെ നോക്കി വരികയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ സാധിക്കും. ഈ ഫാമിലുണ്ടാക്കുന്ന പ്രോഡക്ട്സുകളൊക്കെ ഇവിടെ തന്നെ വിൽക്കുന്ന ഏർപ്പാടും ഇവിടെ ഉണ്ട്. അതായത് ഇവിടുത്തെ പ്രത്യേകിച്ച് ഡയറി പ്രോഡക്ട്സുകൾ, അതുപോലെ ചെടികൾ, പച്ചക്കറികൾ, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഫ്രഷായിട്ട് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം. അതിനുള്ള പ്രത്യേക സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് ഒരു അടിപൊളി ഫുഡ് സ്ട്രീറ്റാണ്. അപ്പോൾ ഇവിടെ നല്ല ഏരിയയിൽ ഫുഡ് സ്ട്രീറ്റായിട്ട് ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അവരുടെ ലോക്കൽ ബ്രാൻഡ്സുകൾ, ഇൻ്റർനാഷണൽ ബ്രാൻഡ്സുകൾ, അങ്ങനത്തെ എല്ലാത്തിൻ്റെയും ഒരു ഫുഡ് പ്രോഡക്ട്സുകളുടെ, അതായത് അവിടെ തന്നെ ഓൺ സ്പോട്ടായിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഫുഡ് പ്രോഡക്ട്സുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഭയങ്കര വെറൈറ്റിയാണ് അവിടുത്തെ ഫുഡ് പ്രോഡക്ട്സുകളെല്ലാം തന്നെ. അത് ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പുകളും നല്ല ഒരു സ്ട്രീറ്റാണ്. ഇപ്പോൾ ഞാൻ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ഉപയോഗശൂന്യമായ കേരളത്തിലെ ഒത്തിരി ഈ പാലങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എന്തുകൊണ്ട് അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൂടാന്ന്. ഞങ്ങൾ ലാസ്റ്റ് ട്രെയിനിൽ കയറി നമ്മുടെ ആ 1 KD, അതായത് നമ്മൾ കയറാൻ കൊടുത്ത എൻട്രൻസ് ഫീസ് 1 KD ടിക്കറ്റ് കാണിച്ചിട്ടാണ് ഈ ട്രെയിനിൽ കയറുന്നത്. ഇപ്പോൾ ഈ ട്രെയിന് നമ്മുടെ ഈ ഫാമിൽ ഒരുമാതിരിപ്പെട്ട ഏരിയകളെല്ലാം ഒന്ന് റൗണ്ട് അടിക്കും. ഇപ്പോൾ നല്ലൊരു വ്യൂ ആണ് ഈ റൗണ്ട് അടിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. ഈന്തപ്പന തോട്ടത്തിൻ്റെയൊക്കെ ഒരു അതിവിശാലമായ ഏരിയയാണ് ഇവിടെ ഉള്ളത്.
നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, ഈന്തപ്പനകൾ പൂക്കുന്നതും കായ്ക്കുന്നതും ഒക്കെ ചൂടുള്ള സമയങ്ങളിലാണ്. ഒരുപക്ഷെ ലോകത്തിലെ വളരെ ചുരുക്കം ചെടികളെ അങ്ങനെയൊക്കെ കാണത്തുള്ളൂ. ഈ ഫാമിൻ്റെ ലൊക്കേഷൻ ഞാനാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഇട്ടേക്കാം. അപ്പോൾ ആരെങ്കിലും വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപകാരപ്രദമായിരിക്കും. ഈ ട്രെയിൻ യാത്രയിലൂടെ ഇവിടുത്തെ നല്ല കാഴ്ചകൾ ഒരു ക്രെയിനിൽ ക്യാമറ വെച്ചെടുത്ത് അതേ ഫീലിങ്ങോടുകൂടി ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു. അതുപോലെ നിങ്ങളെ കാണിക്കാനൊക്കെ സാധിച്ചു. കുവൈറ്റിൽ ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അധികം സ്ഥലങ്ങളൊന്നും കാണാനില്ലല്ലോ എന്നൊക്കെ. അപ്പം അങ്ങനെയല്ല, ഒത്തിരി സ്ഥലങ്ങളും കാണാനുണ്ട്. നമ്മുടെ യാത്രകൾ തുടരുകയാണ്, കാഴ്ചകൾ നിങ്ങൾക്ക് എത്തിക്കാനുള്ള ഓട്ടങ്ങളും തുടരുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഗോ ഹാഡ് ജിനോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും പുതിയ കാഴ്ചകൾക്കും വിശേഷങ്ങൾക്കും ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളുക, ലൈക്ക് അടിച്ചോളുക, കമൻറ്റ് ഇടുള്ളൂ. ബൈ ബൈ. ഫാമിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ബൈ ബൈ.